ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഓണമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഓണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റായി വീഡിയോ എന്നറിയാവേ, വെറുതെ അല്ല, മടിയായിട്ടാ, എഡിറ്റ് ചെയ്യാനുള്ള മടി തന്നെ. നമ്മളിത് തൃക്കാരപ്പനെ സുന്ദരനാക്കുക, പൂവൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. അമ്മ അട ചുട്ടു. നമ്മളിനി ഓണം കൊള്ളാൻ പോവാം. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് ഓണാഘോഷം എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അമ്മയും മോനും കൂടിയാണ് കലാപരിപാടികൾ. വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് അമ്മ അണിയാൻ പോവാണേ. പച്ചരി കുതിർത്തി അരച്ചെടുത്തു. അതിലേക്ക് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ വരയ്ക്കാനായിട്ട് ചെറുകിഴങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു വഴുവഴുപ്പൊരു നല്ല സുഖമായിട്ട് അണിയാൻ പറ്റും. ചെറുകിഴങ്ങില്ലാന്ന് വെച്ചാൽ വെണ്ടയ്ക്കാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അണിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അമ്മ നല്ല അടിപൊളിയായിട്ട് തന്നെ അണിയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അവിടെ അണിയൽ പരിപാടി നടക്കുമ്പോൾ അകത്ത് പൂ നന്നാക്കാനുള്ള തിരക്കാണ്. നമ്മൾ അണിഞ്ഞു കഴിഞ്ഞ് ഒരു പലക കൊണ്ടുവച്ചു. അതിൻ്റെ മേലെ വാഴയില വെച്ച് തൃക്കാരപ്പനെയും വെച്ചു. അതിന് ശേഷം കുറച്ച് തുമ്പപ്പൂ. തുമ്പ കിട്ടാൻ എന്തായിരുന്നു കഷ്ടപ്പാട്. അപ്പം അങ്ങനെ തൊടിയിലൊന്നും കിട്ടാത്തതുകൊണ്ടേ കുറച്ചധികം ബുദ്ധിമുട്ടി തുമ്പപ്പൂ കിട്ടാനായിട്ട്. അതെ, തുമ്പ തൃക്കാരപ്പന് ചുറ്റും വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് തുമ്പ ചുട്ട് അടയും കൂടി ഇനി നമ്മൾ അവിടെ കൊണ്ട് വയ്ക്കുകയാണേ. ഇനി ചന്ദനത്തിരി കത്തിച്ച് ചന്ദനത്തിരിയും കൂടെ വയ്ക്കുകയാണ്. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊന്നും ഇല്ലാത്ത നാടുകളും നമുക്കിടയിലുണ്ട്. ഞാനൊക്കെ കൂടുതലും ഇതിങ്ങനെ കണ്ടിട്ടുള്ളത് കല്യാണ ശേഷമാണ് കേട്ടോ. അതുകൊണ്ട് എന്നെപ്പോലുള്ളവർ കണ്ടോട്ടെ എന്നോർത്ത് തന്നെയാണ്. ഞാൻ ഒരു നാളികേരം പൊട്ടിച്ച് അതിൽ വെള്ളം കളയാണ്ട് 2 മുറിയിലും പകുത്ത് അവിടെ വെച്ചു. അതിന് ശേഷം ഒരു തുളസി ഇല മുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. അതോടുകൂടി അമ്മയുടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അമ്മ അതാ ഭക്ഷണം കഴിക്കാനായിട്ട് പോയി. ഭക്ഷണം കഴിക്കാതെ വേണം ഓണം കൊള്ളാനായിട്ടെന്നാണ് പറയണം, ഓണം കൊള്ളുന്ന ആൾ. ഇനിതാ അവിടെ അണിയാണ്. ആല് വരച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്തോ ഒരു ഡിസൈനും കൂടെ വരച്ച് അവസാനം ഒരു ഓമും കൂടെ വരച്ച് കലാപരിപാടി അവസാനിപ്പിക്കാൻ പോവാണ്. ഇങ്ങനെയൊന്നല്ല കേട്ടോ, വ്യത്യസ്തമായി ഒത്തിരി രീതികൾ അണിയുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ അണിഞ്ഞേക്കുന്നതെന്ന് മാത്രം. 3 ചുറ്റും ആല് വരച്ചു. പിന്നെ മരമാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നു. മാവ് കൊണ്ട് ഞാൻ മോനെ കൊണ്ട് കതകും മേലൊക്കെ കൈപ്പത്തി വെപ്പിച്ചു. അതൊരു രസം.